ഞാനേ സാധാരണയായിട്ട് എൻ്റെ പച്ചക്കറി തൈകൾക്കും അതുപോലെ തന്നെ പൂച്ചെടികൾക്കും പിന്നെ ഫ്രൂട്ട് പ്ലാന്റ്സിനൊക്കെ കൊടുക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസറുകൾ, ലിക്വിഡ് ഫെർട്ടിലൈസറുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസറുകൾ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് ടൈം നമുക്ക് എടുത്തതിന് ശേഷം തന്നെയാണ് ചെടികളിൽ നല്ല വളർച്ചയും അതുപോലെ കായ്ഫലവും പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കെമിക്കൽ ഫെർട്ടിലൈസറുകൾ പോലെ പെട്ടെന്ന് ഒരു റിസൾട്ട് ഇതിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നല്ല ക്ഷമയോടുകൂടി ചെയ്യുക. അതുപോലെ നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ആക്കി കളയുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഫെർട്ടിലൈസറുകൾ ഉണ്ടാക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ച് പൈസ ചിലവൊന്നും തന്നെ വരുന്നില്ല. പക്ഷേ നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സ് ആവട്ടെ പച്ചക്കറികളാവട്ടെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റും. നമുക്കതിൽ ഉറപ്പുണ്ട് നമ്മളതിൽ വേറെ കെമിക്കലുകളോ ഒന്നും ചേർത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇതെൻ്റെ വഴുതനങ്ങ തൈയാണ്. ഇതിനും ഞാൻ കൊടുക്കുന്നത് ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസറുകളാണ്, ലിക്വിഡ് ഫെർട്ടിലൈസറാണ് കൂടുതലും കൊടുക്കാറ്. ഞാൻ മെയിനായിട്ട് കൊടുക്കുന്നത് ഇത് ഉള്ളിത്തൊലി ഉണ്ടല്ലോ, ഉള്ളി നമ്മൾ എല്ലാ ദിവസവും എടുക്കാറുണ്ടല്ലോ. അപ്പോൾ ഉള്ളിയുടെ ആ തൊലി ഡെയിലി ഉള്ളത് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇങ്ങനെ ഇട്ട് വെക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ട് ഒരു 4 കുപ്പിയെങ്കിലും വേണം. ഒരു 4 കുപ്പി അത് നമ്മുടെ അടുക്കള ഭാഗത്ത് എവിടെയെങ്കിലും നമ്മളൊന്ന് വെച്ചാൽ മാത്രം മതി. ഇതിനധികം സ്പേസ് ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഡെയിലി ഉണ്ടാവുന്ന പഴത്തൊലി അതുപോലെ ഉള്ളിയുടെ തൊലി ഒക്കെ നമുക്ക് ഈ കുപ്പിയിലിട്ട് വെക്കാം. അതിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വെച്ചിട്ട് 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ അതിൽ കുറച്ചുകൂടി വെള്ളം കൂടി ചേർത്തിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. പഴത്തൊലിയും ഉള്ളിത്തോടും ഒക്കെ ഓരോ കുപ്പികളിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഒരുമിച്ചിടുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഒരു കുപ്പിയിൽ പഴത്തൊലി ഇട്ട് വെക്കാം, ഒരെണ്ണത്തിൽ ഉള്ളിത്തോടും ഇട്ട് വെക്കാം. എന്നിട്ട് അതിൽ വെള്ളവും ഒഴിച്ചിടാം. വെള്ളവും അതുപോലെ പഴത്തൊലിയും ഉള്ളിത്തോടും ഒക്കെ 2 ദിവസം അങ്ങനെ കുപ്പിയിൽ കിടക്കട്ടെ. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ വെള്ളം മാത്രം അരിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ ഇരട്ടി വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പച്ചക്കറി തൈകൾക്കും പൂച്ചെടികൾക്കും അതുപോലെ ഫ്രൂട്ട് പ്ലാന്റ്സിനും നമുക്ക് ഈ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. ചെടികൾക്ക് നല്ല തോതിലുള്ള വളർച്ചയും അതുപോലെ തന്നെ അതിൽ നിറയെ പൂക്കളും കായ്ക്കളും ഉണ്ടാവാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ചീമക്കൊന്നയുടെ ഇലയും ശർക്കരയും ഉപയോഗിച്ചുണ്ടാക്കുന്ന ലിക്വിഡ് ഫെർട്ടിലൈസറും ഞാൻ എല്ലാ പ്ലാന്റ്സിനും ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ്. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നല്ലൊരു റിസൾട്ടാണ് ഈ ഒരു ജൈവവളങ്ങൾ നമുക്ക് തരുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള ലിക്വിഡ് ഫെർട്ടിലൈസറുകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അതാവുമ്പോൾ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ചീമക്കൊന്നയുടെ ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് അത് ചെയ്തെടുക്കേണ്ടതെന്ന്. രാവിലെയും വൈകുന്നേരവും ഓരോ മണിക്കൂർ വെച്ച് നമ്മൾ ചിലവിടുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നല്ല ഇനം തൈകളോ വിത്തുകളോ നമ്മൾ ഒന്നിലെ കൃഷിഭവനിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു നഴ്സറിയിൽ നിന്നോ നല്ല ഇനം തൈകളോ വിത്തുകളോ സ്വന്തമാക്കിയിട്ട് അത് നമ്മൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കായ്ഫലം തീർച്ചയായിട്ടും ലഭിക്കും. പൈസയുടെ അധികം ചിലവൊന്നും ഇല്ലാതെ വീട്ടിൽ തയ്യാറാക്കുന്ന ഫെർട്ടിലൈസറുകളും അതുപോലെ പെസ്റ്റിസൈഡും ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഈ തൈകളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക്